മേക്കുലർ എഡിമ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണിനകത്ത് ഉള്ള മേഖല എന്ന് പറഞ്ഞ പ്രത്യേക ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു നീർക്കെട്ട് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പോൾ ഈ നീർക്കെട്ട് എന്ന് പറയുമ്പോൾ അതൊരു ഫ്ലൂയിഡ് അക്യുമുലേഷനാണ്. ഒരു വെള്ളം കെട്ടിക്കിടക്കുക എന്നുള്ള പോലെ. അത് പലതരത്തിൽ സംഭവിക്കാം. ഒരു ഇൻഫ്ലമേഷൻ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഊസിങ് ആയിട്ട് വരുന്ന നീർക്കെട്ടാകാം. അല്ലെങ്കിൽ അത് വെസൽ വാൾസിന് വരുന്ന വീക്ക്നെസ് കൊണ്ട് അതൊന്ന് ലീക്ക് ചെയ്യുന്ന പോലെയും വരാം. ഈ 2 രീതിയിലും വരും. അപ്പോൾ ഏതെല്ലാം കണ്ടീഷനിൽ ഈ ബ്ലഡ് വെസൽസിന് ഒരു ഡയലറ്റേഷൻ വരികയും അല്ലെങ്കിൽ അതിൻ്റെ വാസ്കുലേച്ചറിന് ഒരു വ്യത്യാസം വരികയും ചെയ്ത് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാമോ, ആ സന്ദർഭത്തിലൊക്കെ മേക്കുലർ എഡിമ ഉണ്ടാകാം. അതിന് ഉദാഹരണമാണ് കൂടുതലായിട്ട് ഐ സ്ട്രെയിൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പിന്നെ ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ. അപ്പോൾ ഇതിലൊക്കെ ഒരു വാസ്കുലർ ചേഞ്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് മേക്കുലർ എഡിമ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചില രോഗങ്ങൾ, ചില ശാരീരിക രോഗങ്ങൾ, ജനറലൈസ്ഡുള്ള സിസ്റ്റമിക് ഡിസീസ് എന്ന് പറയും. ആ രോഗങ്ങളിൽ ഇതുപോലെ വാസ്കുലർ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം രോഗങ്ങളോട് ബന്ധപ്പെട്ടും ഇതുപോലെ സംഭവിക്കാം. ഡയബറ്റീസ് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും അതെ. അപ്പോൾ അത്തരം രോഗങ്ങളിലും വെസൽസിന് ഒരു ചേഞ്ചസ് വരാം. അതിൽ നിന്നും ഇതുപോലെ ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുകയും മേക്കുലർ ഏരിയയിലേക്ക് വെസൽസ് വന്ന് അവിടെ ബ്ലഡ് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇത് സിസ്റ്റമിക് ഡിസീസ് അല്ലാതെ മറ്റ് രീതിയിലുള്ള നേത്ര രോഗങ്ങൾക്കും ഇത് ബാധകമാണ്. അതായത് ഊവിയൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, ആ വാസ്കുലർ കോട്ടിനെ അല്ലെങ്കിൽ വാസ്കുലർ ലെയറിന് വരുന്ന ചില ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് കണ്ടീഷൻസിലൊക്കെ ആ ബ്ലഡ് വെസൽസിന് മൊത്തം ഒരു ചേഞ്ച് വരികയും അതിലൊരു ഇൻഫ്ലമേഷൻ വന്ന് അതിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയുള്ള ഒരു നീർക്കെട്ടും ഈ ഏരിയയിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു 3 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് നമ്മൾ മനസ്സിലെടുക്കണം. ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മേഖലയിൽ വരുന്ന ചേഞ്ചസ്. രണ്ടാമത്തത് മറ്റ് നേത്രരോഗങ്ങളോട് ബന്ധപ്പെട്ട് കണ്ണിൽ വരുന്നത്. മൂന്നാമത്തത് മറ്റ് ശാരീരിക രോഗങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലെ രോഗങ്ങളിൽ കൂടെ ബ്ലഡ് വെസൽസിന് വരുന്ന ചേഞ്ചസിൽ കൂടെ കണ്ണിൽ വരുന്ന ഈ മേക്കുലർ എഡിമ. ഇനി 3 കണ്ടീഷൻസ് നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാലഘട്ടത്തിൽ.